എല്ലാ പ്രേക്ഷകർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾ റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളെ കളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സെറ്റ് ചെയ്ത ഫയലുകളാണ്. നിങ്ങളെ അല്ലാതെ ആ വ്യക്തി മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് നാം നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് തീർച്ചയായിട്ടും ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് ആവേശം പകരുന്നതാണ്, ഒരുപാട് ഇഷ്ടം പകരുന്നതാണ്. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ആ വ്യക്തി കാണുന്നത് ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു ആഘോഷപൂർണമായ ബന്ധമാണ്. നിങ്ങളെ ലഭിച്ചതിൽ ആ വ്യക്തി അതിയായിട്ട് സന്തോഷിക്കുന്നു. ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചോദിച്ച് നിങ്ങളെ കാണുവാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തി പലപ്പോഴും ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ നിങ്ങളടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെപ്പോഴും അടുത്ത് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളടുത്ത് വരികയാണെങ്കിൽ അതൊരു ആഘോഷമായിട്ടാണ് ആ വ്യക്തി കാണുന്നത്. തൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടാണ് ആ വ്യക്തി അത് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കില്ല എന്ന് തറപ്പിച്ച് പറയുന്നത്. കാരണം നിങ്ങളുമായിട്ടുള്ള ബന്ധം, നിങ്ങളുമായിട്ടുള്ള ഇഷ്ടം, നിങ്ങളുമായിട്ടുള്ള അടുപ്പം ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ വലുതാണ്. ആ ബന്ധവും ആ അടുപ്പവും എന്നെന്നും നിലനിർത്തുവാനുമാണ് ആ വ്യക്തി ശ്രമിക്കുന്നത്. അത് ആ വ്യക്തിക്ക് ഒരുപാട് ഊർജം പകരുന്നുണ്ട്. അതുതന്നെയാണ് ആ വ്യക്തിയുടെ ഒരു മോട്ടിവേഷനും. അതുകൊണ്ട് തന്നെ നിങ്ങളെ അല്ലാതെ മറ്റാരെങ്കിലും ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. പല ഘടകങ്ങളും നോക്കിയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ സമീപിച്ചിരിക്കുന്നത്, നിങ്ങളുടെ അടുത്ത് വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളടുത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സാമീപ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട. ആ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു നേതൃത്വ പാഠവും, നിങ്ങൾ ആ വ്യക്തി ഒരു രക്ഷകർത്തൃ സ്ഥാനത്തോടെ പ്രവർത്തിക്കുകയും എല്ലാ പ്രതിസന്ധികളിൽ നിന്ന്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ രക്ഷിക്കാൻ നോക്കുകയൊക്കെ ചെയ്യും. പിന്നീട് ആ വ്യക്തിക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. കാരണം നിങ്ങൾ എല്ലാ തരത്തിലുള്ള പിന്തുണയും സംരക്ഷണവും ആ വ്യക്തിക്ക് നൽകുമെന്ന് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സംരക്ഷണം, ആ പിന്തുണ, അത് ആ വ്യക്തിക്ക് വലുതാണ്. ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങളുടെ ബന്ധത്തിലൂടെ, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലൂടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾക്കും നേടിയെടുക്കാനും പല കാര്യങ്ങൾ അനുഭവിക്കാനും കഴിയുന്ന വ്യക്തിക്ക് ഉറപ്പുണ്ട്. ഒരു പുതിയ തുടക്കം ആകാൻ ആഗ്രഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിൻ്റെ മറ്റൊരു കാരണം അതാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും വെല്ലുവിളികളും സഹിച്ച് തരണം ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. കാരണം ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്താണ് ആ വ്യക്തി ഇന്നത്തെ ലെവലിൽ നിങ്ങളോടൊത്ത് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം നൽകുവാനുള്ള ഒരു ശക്തിയുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ഒരു ശക്തി ആ വ്യക്തിയുടെ മനസ്സിൽ വരുന്നുണ്ട്. നിങ്ങളുമായിട്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം, പുതിയ ഒരു ബന്ധത്തിൻ്റെ വളർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനസ്സാന്നിധ്യം, ഒരു മാനസിക അടുപ്പം, ഒരു ആകർഷണം, അത് ആ വ്യക്തിക്ക് മറ്റൊരിടത്തു നിന്ന് കിട്ടാത്തതാണ്. ആരും നൽകാത്ത സംരക്ഷണവും, ആരും നൽകാത്ത ധൈര്യവും, സ്നേഹവും, നന്മയും, ആത്മാർത്ഥതയും നിങ്ങൾ നൽകുന്നു. അത് ആ വ്യക്തി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനൊരു കാരണമായി. വൈകാരികമായി പ്രതികരിച്ച് ഒരുപാട് പ്രതിസന്ധികളിൽ മുൻകാലങ്ങളിൽ വീണുപോയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലേക്കും തള്ളപ്പെട്ടു പോയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു സമാധാന ജീവിതമാണ്. പക്ഷെ നിങ്ങളുമായിട്ടുള്ള അടുപ്പം ലഭിച്ചത് മുതൽ, നിങ്ങളുമായിട്ടുള്ള അടുപ്പം അറിഞ്ഞത് മുതൽ ആ വ്യക്തിക്ക് അത്തരം പ്രതിസന്ധികളൊന്നും തരണം ചെയ്യേണ്ടി വന്നിട്ടില്ല.
ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. നിങ്ങളാണ് ആ വ്യക്തിയെ യുദ്ധം ചെയ്യുന്നതിന് പകരം സ്നേഹിക്കലാണ് നല്ലതെന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി വാള് മാറ്റി സ്നേഹമായി. ആ വ്യക്തിയുടെ സ്വഭാവത്തിലും ആ വ്യത്യാസം കണ്ടു. അതിൽ ആ വ്യക്തിക്ക് അഭിമാനം കൊള്ളുന്നുണ്ട്. നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഉപദേശത്താൽ, നിങ്ങളുടെ സ്നേഹത്താലാണ് ഈ നല്ല നിലയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിക്കത് വലിയ അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. കാരണം നിങ്ങളോ തന്ന ഉപദേശമാണ് ശരിയെന്ന് ആ വ്യക്തിക്ക് കൃത്യമായി തോന്നിയിട്ടുണ്ട്. അത് ആ വ്യക്തിയുടെ മനസ്സിൽ, ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ പോസിറ്റീവായിട്ട് തന്നെയാണുള്ളത്. കാരണം നിങ്ങൾ നൽകിയ പിന്തുണ, നിങ്ങൾ നൽകിയ സ്നേഹം അത് ഒരുപാട് കരുത്ത് നൽകുന്നു എന്ന് ആ വ്യക്തി കൃത്യമായിട്ടറിയാം. ആ കരുത്ത് നൽകൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മറ്റൊരിടത്തു നിന്നും അത്തരമൊരു പിന്തുണയോ അത്തരമൊരു നന്മയോ ഒന്നും ആ വ്യക്തിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ജീവിതത്തിൽ നിങ്ങൾ മാത്രം നൽകിയ അനുഗ്രഹം, ജീവിതത്തിൽ നിങ്ങൾ മാത്രം നൽകിയ ആ സ്നേഹം അത് ആ വ്യക്തിക്ക് പ്രചോദനമായിട്ടുണ്ട്. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ദൃഢമായ കുറേ കാര്യങ്ങൾ സംഭവിക്കും. പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കും. അത് നിങ്ങൾക്കും ആ വ്യക്തിക്കും ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായിട്ട് തോന്നും. കാരണം ഒട്ടും വൈകാതെ തന്നെ, ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കും. രാത്രികളിൽ ആ വ്യക്തി നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. രാത്രികളിൽ ഏകാന്തമായിട്ട് നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നു. അതിലെല്ലാം ആ വ്യക്തിയോട്, ആ വ്യക്തിയുടെ ശക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ മാത്രം മതിയെന്നാണ്. മറ്റാർക്കും നിങ്ങളുടെ പകരക്കാരനായിട്ട് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ പകരക്കാരിയായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. നിങ്ങളുമായുള്ള മാനസികമായ അടുപ്പം ഒരുപക്ഷെ ഒരു കാൽപ്പനിക ലോകത്തായിരിക്കാം ആ വ്യക്തി. ഏതായാലും നിങ്ങളുമായിട്ടുള്ള മാനസികമായ അടുപ്പം ആ വ്യക്തിക്ക് വലിയ പ്രചോദനം നൽകുകയാണ്. ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും, എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾ എന്ന് യെസ് എന്ന് പറയുന്നു ആ നിമിഷത്തിന് വേണ്ടി ആ വ്യക്തി കാത്തിരിക്കുകയാണ്. കാരണം ആ വ്യക്തി നിങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ പ്രണയിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടേതാകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. മറ്റാർക്കും നിങ്ങൾക്ക് പകരമാകാനായിട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാൻ ആ വ്യക്തി തയ്യാറാകുന്നു. കാരണം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടുന്നും കിട്ടാത്ത സ്നേഹം, എവിടുന്നും കിട്ടാത്ത നന്മ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.